നമസ്കാരം ഗൈസ്, ആർജാണ്. നമുക്ക് രാവിലെ ഇന്ന് പണിയുണ്ട്. നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുള്ള സമയം ആവുന്നുള്ളൂ. 7 മണി എപ്പോഴാണ് വെട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് പണിയെടുത്താൽ മതി, സമയമുണ്ട്. ആ സമയം കൊണ്ട് നിശ്ചയം അവർക്ക് രണ്ടും കട്ട ഞാൻ കൂടെ കൊണ്ട് പോയിട്ട് പോരും. പിന്നെ ഗൈസ്, ഈ കട്ടൻ നിശ്ചയനുള്ള കട്ടനാണ്. അവളിപ്പോൾ വന്നിട്ട് കുടിക്കും. പിന്നെ മാവ് വലിക്കിച്ചിട്ടുണ്ട് നമുക്ക് ദോശയ്ക്ക് രാവിലത്തേക്ക്. അപ്പൊ ഗൈസ്, ഞാൻ ഈ തേങ്ങ ഒന്ന് പൊതിച്ചോക്കട്ടെ. കാരണം നിശ്ചയം വന്നു കഴിയുമ്പോൾ ദോശ എപ്പോഴും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ പണിയിട്ടൊന്ന് വന്നിട്ടേക്ക് ഉണ്ടാക്കുക. എന്തായാലും ചമ്മന്തിക്ക് നമ്മളിത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ചമ്മന്തി മസ്റ്റാണ് ഗൈസ്. ദോശയ്ക്കൊക്കെ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊതിച്ച് വെക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ പിന്നെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്ത പ്രശ്നം തോന്നില്ലേ. ഞാൻ തേങ്ങ പൊതിക്കുമ്പോൾ കിച്ചു വന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യണം. കിച്ചു മോനെ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യട്ടെ. ആ എന്തായാലും നമുക്ക് രാവിലെ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കാം. നിഷു കട്ടൻ ചായയും പാർലജി ബിസ്ക്കറ്റും കഴിച്ചോണ്ടിരിക്കുകയാണ്. നിഷു പാർലജിയുടെ ഭയങ്കര വലിയൊരു ആരാധകയും ബിഗ് ആയിട്ടുള്ളൊരു അഡിക്റ്റുമാണ്. പണ്ടേ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യം എനിക്ക് കിട്ടുന്ന സാധനം പാർലജി. ചെറിയ പാക്കറ്റ് ഒന്നുമില്ല കേട്ടാ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് വരുമല്ലോ അവര്. ആ സമയത്ത് എനിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്ന സാധനമാണ് പാർലജി ബിസ്ക്കറ്റ്. മറ്റേ ഒലുതില്ലേ 100 രൂപയുടെ ഇപ്പോഴത്തെ പാക്കറ്റ്. അന്ന് അതായിരുന്നു കൊണ്ടു തന്നത് എനിക്ക്. തുണിയൊന്നുമല്ല, ബിസ്ക്കറ്റ്. എനിക്ക് മാത്രമേ ബിസ്ക്കറ്റ്, ബാക്കി എല്ലാവർക്കും തുണിയാ കൊണ്ടുവന്നത്. അന്നത്തെ എന്റെ വിഷമം ഉണ്ടല്ലോ, ഇപ്പോഴും എനിക്ക് ആർക്കുമ്പോ വിഷമം തോന്നും. കാരണം ഞാൻ 2ൽ പഠിക്കുന്നുള്ളൂ. അന്നത്തെ എന്റെ ഒരു വിങ്ങലുണ്ടല്ലോ, എല്ലാവർക്കും ഡ്രസ് കിട്ടിയപ്പോ ബിസ്ക്കറ്റ് എനിക്ക് മാത്രം കിട്ടില്ല. മാമന്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടി. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ മാമൻ അക്ഷരമാമൻ ഇപ്പൊ മിണ്ടൂല, പിണക്കുകയാണ്. പക്ഷെ പുള്ളിയെ ഞാൻ സമ്മതിക്കും. കാരണം പുള്ളിയാണെങ്കിൽ പുതിയ പുതിയ ഡ്രസ്സ് അപ്പപ്പോ ഇറങ്ങുന്ന മോഡലൊക്കെ വാങ്ങിച്ചിട്ട് തരും. അനാർക്കെങ്കിലും സിനിമ ഇറങ്ങിയപ്പോ ആ സിനിമയിലെ മോഡലിലെ ഡ്രസ്സ് എടുത്തോണ്ട് തന്നത് എനിക്ക് മാമനാണ്. വില കൂടിയതല്ലെങ്കിൽ പോലും ആ മോഡല് സത്യമായിട്ടും ഭയങ്കര, എനിക്ക് അതിനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ പുള്ളിയുടെ അടുത്ത്. രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കണ്ട. ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പണിക്കിറങ്ങാം അല്ലേ. റബ്ബർപാല് കിട്ടുന്നുള്ളൂ. അപ്പൊ സമയം എടുക്കും. അപ്പൊ അവിടെ പണി ഭക്ഷണം കഴിച്ചിട്ട് പണിക്കിറങ്ങാം അല്ലേ. അതാണ് പ്ലാൻ. എന്തായാലും നാളെ കഴിച്ച് സെറ്റാക്കണം. എനിക്ക് ഇതിന്റെ ശബ്ദം കേൾക്കും ഭയങ്കര ഇഷ്ടമാണ്. കേസ് എന്തോ അറിയില്ല, അത് പ്രത്യേക അതാണ് ഫീലാണ്. എന്തായാലും കുക്ക് ചെയ്തിട്ടേ.